2017 ജോസഫ് എന്നുള്ള മൂവിയോട് കൂടിയാണ് 17-18 കാലഘട്ടത്തിലാണ് 18 തന്നെ. ഓക്കെ, അപ്പൊ 2024 ഏകദേശം 20 സിനിമകൾ പാക്ഡായി. അപ്പൊ അതെ, ഓക്കെ. ഞാൻ കേട്ടിട്ടുണ്ട് പൂമിത്തോള് ഒരു ട്യൂൺ പോലും സെക്കൻഡ് ട്യൂണിലേക്ക് ജോസഫ് പോയിട്ടില്ല. ഫസ്റ്റ് ട്യൂൺ പൊളി പൊളി എന്ന് പറഞ്ഞ ജോജോടം വിളിക്കും. ഞാൻ പൂമുത്തോളയൊക്കെ നിങ്ങള് ലാസ്റ്റ് മിനിറ്റില് 20 മിനിറ്റ്സ് ഒക്കെ എടുത്തു പാട്ട്. അതെ, അതും ലാസ്റ്റിലേക്ക് വെച്ചൊരു ട്യൂൺ പോലെ. അതെ, പട്ടിലെ പെരുമയുള്ള പേര് പോത്തീസ് ആലയം ഓഫ് ടെക്സ്റ്റൈൽസ്. വെൽക്കം ടു Macni.life. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒത്തിരി പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് രഞ്ജിൻ രാജ്. അപ്പോൾ വെൽക്കം സർ. ഞാൻ ചേട്ടാന്ന് വിളിക്കട്ടെ? ഓക്കെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2007 സിംഗർ ആയിട്ടാണ് ചേട്ടൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഫോർ ഫ്രണ്ടിലേക്ക് വന്നത്. അറ്റ്ലീസ്റ്റ് അതിനു മുമ്പേ ഒത്തിരി ആഗ്രഹിച്ചു ഇതിലേക്ക് വർക്ക് ചെയ്ത് എത്തിയതാണ്. പിന്നെ 10 വർഷത്തിന് ശേഷം 2017 ജോസഫ് എന്നുള്ള മൂവിയോട് കൂടിയാണ് 17-18 കാലഘട്ടത്തിലാണ് 18 തന്നെ. ഓക്കെ, 18 കറക്റ്റ് ആയിട്ടൊരു നല്ലൊരു ലോഞ്ച് കിട്ടി, ജോസഫ് എന്നുള്ളൊരു സിനിമ കിട്ടി. പക്ഷെ അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അല്ലേ? ഇപ്പൊ ഏകദേശം 30ഓളം സിനിമകൾ ഇത്രയും വർഷത്തിനുള്ളിൽ ചെയ്തു. 2024 നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ്. നല്ല പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷം 2024 ഓൾറെഡി 4 സിനിമകൾ കഴിഞ്ഞിരിക്കുന്നു. റിലീസിംഗ് റെഡി. 12 സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസ്കഷനിൽ കുറെ നല്ല പടങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ 2024 ഏകദേശം 20 സിനിമകൾ പാക്ഡായി. അപ്പൊ അതെ, ഓക്കെ. അപ്പൊ മൊത്തത്തില് പാക്ഡ് ആണ്. ഇപ്പൊ ഞാൻ സംസാരിച്ച് വന്നപ്പോ ചേട്ടൻ തന്നെ പറയണ്ടേ അടുത്ത 2 വർഷത്തേക്ക് നല്ല ടൈറ്റ് പാക്ക് ആണെന്ന്. തെലുങ്കും ഒക്കെ ഉണ്ട്, ഇതെല്ലാം കുറച്ച് ലോങ് ഇതില് പ്രോസസ്സാണ്. കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന സിനിമകളാണ്. വളരെ പെട്ടെന്ന് 1-2 മാസത്തില് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന പരിപാടികളല്ല. പ്രീ പ്രൊഡക്ഷൻ ഒരു 1 ഇയർ, പിന്നെ ഷൂട്ട്, അത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒരു 6 മന്ത്സ്, അങ്ങനെയൊക്കെ പോകുന്ന പടങ്ങളാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇൻഡെപ്ത് ആയിട്ടുള്ള മൂവീസ് ആണ്. അതെ, ഇൻഡസ്ട്രിയുടെ പുറത്തും ഹിന്ദിയിൽ ആദ്യമായിട്ടായിരിക്കും ഈ വർഷമാണ് സിനിമ ഇറങ്ങാം. ജോസഫിന്റെ ഹിന്ദിയാണ് ഞാൻ. അതെ അതെ. എന്റെ ബോളിവുഡ് എൻട്രി എന്ന് പറയാ വേണമെങ്കിൽ ഭോജ്പുരി ഒന്ന് ചെയ്ത് കഴിഞ്ഞു. മഹാദേവ് കാ ഖടഗ്പൂർ എന്ന് പറഞ്ഞൊരു അവിടുത്തെ രവി കിഷൻ സാറാണ്. രവി കിഷൻ സാർ അവിടുത്തെ വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ ആണ് ഭോജ്പുരിയിലെ. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയാണ് എനിക്ക് ആദ്യമേ ചെയ്യാൻ പറ്റിയത്. രാജേഷ് മോഹൻ ഡയറക്ട് ചെയ്ത മൂവിയാണ്. അപ്പൊ അത് മാർച്ച് 29 റിലീസാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭോജ്പുരിയിലെ ദി ഫസ്റ്റ് പാൻ ഇന്ത്യൻ മൂവി ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസിലും റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ആ സിനിമയിലേക്ക് ഒരു കണക്ഷൻ വന്നത്? മാളികപ്പുറമായിരുന്നു. കാരണം മാളികപ്പുറത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആയിട്ട് കുറച്ച് കണക്റ്റഡ് ആണ് അതിലെ പല സീക്വൻസുകളും. അതുകൊണ്ടായിരിക്കാം ഡയറക്ടർ എന്നെ ചൂസ് ചെയ്തെന്ന് തോന്നുന്നു. അത് കണ്ടിട്ടാണ് എന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചത്. അത് മാളികപ്പുറം പറഞ്ഞപ്പോഴാണ് അതുമായി അസോസിയേറ്റഡ് ആയിട്ട് കുറെ ക്ലെയിംസ് വന്നിരുന്നത്. അതായത് പൊളിറ്റിക്കൽ അക്യൂസിഷൻസും അതൊക്കെ എന്തെങ്കിലും അപ്സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫേവർ? അത് മാളികപ്പുറം എന്നല്ല, നമ്മള് മാളികപ്പുറത്തിലെ നായകൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് വ്യക്തമായിട്ട് പറയാറുള്ള ഒരു നായകൻ. അപ്പോ പലപ്പോഴും ഞാൻ എല്ലാവരും കൂടി അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോ എം പത്മകുമാർ, അദ്ദേഹമാണ് സിനിമയെ കൊണ്ടുവരുന്നത്. ജോസഫ്, അദ്ദേഹം എനിക്കൊന്ന് ഇടത് രാഷ്ട്രീയത്തിനോട് ഒരുപാട് ചായ്വ് കാണിച്ചിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ മനു അശോകൻ കാണെ അപ്പോ അദ്ദേഹം നല്ലൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുടെ കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്സും സിനിമയും ഒരു രീതിയിൽ ഞാൻ കണക്ട് ചെയ്യില്ല. കാരണം ഞാൻ പറയുമായിരുന്നു, എന്നെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ വിക്ടോറിയ കോളേജ് 2006-2009 കാലഘട്ടത്തിലെ കുട്ടികളോട് ചോദിച്ചാൽ മതി, അധ്യാപകരോട് ചോദിച്ചാൽ മതി. ഞാൻ ആ സമയത്ത് KSUവിന് വേണ്ടി, SFIന് വേണ്ടി, AVP-ക്ക് വേണ്ടിയിട്ടും പോയി പാട്ട് പാടി വോട്ട് ചോദിക്കുന്ന ഒരാളാണ്. വോട്ട് ചോദിച്ചിട്ടുള്ളത് എല്ലാത്തിനും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് കാരണം ഇവരൊക്കെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ സ്നേഹിച്ച ആളാണ് ഞാൻ. കാരണം ഞാൻ ഒരു കലാകാരനാണ്. സോ അതുകൊണ്ട് ഒരിക്കലും രാഷ്ട്രീയം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ആവശ്യമില്ല. രാഷ്ട്രീയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പൊളിറ്റിക്സിനെ പറ്റി കൂടുതൽ അറിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോ പക്ഷെ നമുക്ക് ഒരുപാട് നമ്മൾ ന്യൂസ് കാണുന്നു, കാര്യങ്ങൾ അറിയുന്നു, എന്തൊക്കെ ചുറ്റി നടക്കുന്നു അറിയുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ കലാകാരൻ രാഷ്ട്രീയം കലർത്തുന്ന ഞാൻ സത്യസന്ധമായിട്ടും മനസ്സ് തുറന്ന് വിശ്വസിക്കുന്ന ഒരു സത്യം
ഓൺലി ആർട്ട്. അപ്പൊ അങ്ങനത്തെ അക്യൂസേഷൻസ് വരുമ്പോ അതിൽ സങ്കടമോ അല്ലെങ്കിൽ ചില മെസ്സേജ് കാണുമ്പോൾ ദേഷ്യം വരാം. എന്തുവാ ഇത്, എന്താ എന്നെ പറ്റി എന്താ കമന്റ് ചെയ്യണം. ചിലപ്പോൾ എനിക്ക് എന്തോ ഭാഗ്യത്തിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മളൊരു പോസ്റ്റ് ഇട്ടാലും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷെ അതിന്റെ ഇടയിലൊരു വിഷം പോലെ ഒരു കമന്റ് വരും ചിലപ്പോ. ചില സിനിമകളുടെ പോസ്റ്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഭൂതനാഥ സദാനന്ദ പോലത്തെ സംഭവങ്ങൾ ഇടുമ്പോൾ ചില സമയത്ത് ഇന്ന രാഷ്ട്രീയ പാർട്ടിയാണോ എന്നൊക്കെ ചോദിച്ചു കളയും. ഞാൻ ചെറുപ്പം തൊട്ട് ഡിവോഷണൽ സോങ്സ് കേട്ട് വളർന്ന ഒരാളാണ്. ഞാൻ ഉണരുമ്പോൾ എന്റെ അച്ഛൻ ഡിവോഷണൽ സോങ്സ് വെച്ചിട്ടാണ് എന്റെ വീട്ടിൽ ഞാൻ ഉണരാറുണ്ടായിരുന്നത്. അപ്പോ അതൊക്കെ നമ്മുടെ കാതിലൊക്കെ ഉണ്ട്. ഉയരുന്നാഥനെ ഞാൻ ചെയ്തതല്ലേ. അപ്പോ ഡിവോഷൻ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ റിലീജിയൻ ഒന്നും അല്ലല്ലോ. അതൊക്കെ അത് നമ്മുടെ എനർജി അല്ലേ. അതെ. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അഭിലാഷ് പിള്ളൈ സാറിന്റെ കുറെ മൂവീസിൽ ചേട്ടന് അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നതിലുപരി നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ആണോ? അതായത് ആർട്ടിനോടുള്ള ഒരു സെയിം പെർസ്പെക്റ്റീവ്, അതിന്റെ പേരിൽ വരുന്ന ഒരു അസോസിയേഷൻ ആണോ? അബി എനിക്ക് തോന്നുന്നു ജോസഫ് കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടാണ് അബിയായിട്ട് ഞാൻ കണക്ട്. കടാവർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അഭിലാഷായിട്ട് ആദ്യമായിട്ട് ഞാൻ ചേട്ടന്റെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു അഭിലാഷ് പിള്ളൈ. അത് അമല പോൾ പ്രൊഡ്യൂസ് ചെയ്ത അമല സെൻട്രൽ ക്യാരക്ടർ. അപ്പൊ ആ പടത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. അപ്പോ അത് കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ വളരെയധികം ഒരു അടുപ്പം. കാരണം കടാവർ ചെയ്തെങ്കിലും അഭിലാഷ് ഇങ്ങനെ എല്ലാ ഡയറക്ടേഴ്സിനോടും കഥ പറഞ്ഞ് നടക്കുന്ന സമയമായിരുന്നു. അഭിലാഷിന് ഇപ്പോഴുള്ള പേര് കിട്ടിയിട്ടില്ല. സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നു. അഭിലാഷ് കുറെ കാലമായിട്ട് സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയാണ്. പക്ഷെ ഈ കടാവർ കഴിഞ്ഞാലും അടുത്ത സിനിമയ്ക്ക് വേണ്ടി എനിക്കൊന്ന് മലയാള സിനിമയിലത്തെ ഒട്ടുമിക്ക സംവിധായകരുടെ അടുത്തും കഥ പറഞ്ഞ് ഇരിക്കുന്ന സമയമാണ്. അപ്പോ ആ പല സംവിധായകരും കഥയൊക്കെ ഇവിടേക്കാ വരാറ്. എന്റെ സ്പേസില് ഇവിടെ ഡയറക്ടറും കൂടെയാണ് പലപ്പോഴും ഇരിക്കാറ്. അപ്പോ അഭിലാഷിന്റെ സമയം കളയുന്ന ഒരു സ്പേസും ഇവിടെ. പിന്നെ ക്രിയേറ്റിവിറ്റി ഒരുപാട് ഇൻപുട്ട് കൊടുത്ത സ്ഥലം ഇവിടെയാണ്, എഴുത്തിലും കാര്യങ്ങളിലും. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അബിയുടെ പല കഥകളും ആദ്യമായിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോ മാളികപ്പുറമൊക്കെ വളരെ പണ്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ഇനിയും പുറത്തേക്ക് വരാത്ത ഒരുപാട് സിനിമകളുടെ ത്രെഡ് ആദ്യം കേൾക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോ അങ്ങനെ ഒരു എന്തായാലും ചേട്ടനെ പോലെ പാട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാട്ട് പഠിപ്പിക്കാണ്ട് വിടാൻ പറ്റില്ല. ഞങ്ങക്ക് വേണ്ടി ഞാൻ പാടില്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഔട്ട് ഓഫ് ടച്ച് ഒക്കെ ആയി പോയി. വേറെ ചേട്ടൻ തന്നെ പഠിക്കാതായിരിക്കും നല്ലത്. ചേട്ടന് ഇഷ്ടമുള്ള പാട്ട് പാടി. എനിക്ക് ജോൺസൺ മാഷിന്റെ പാട്ടുകളും രവീന്ദ്ര മാഷിന്റെ സോങ്സും രാജാ സാറിന്റെ സോങ്സും ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസിക്സ് എല്ലാം സമയം കിട്ടുമ്പോൾ കൂടുതലും ക്ലാസിക്സ് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ആ കാലത്ത് ഏതെങ്കിലും പാട്ട് പാടാം. പാതിമേ മറന്നതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലക്കലികയിൽ ഏകദീപം പാതിമേ മറന്നതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലക്കലികയിൽ ഏകദീപം. ഇത് പാടിയപ്പോഴും എനിക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കണം തോന്നിയത്. ഈ പോപ്പ് കൾച്ചർ, കെ പോപ്പ്, BTS അതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്? എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അല്ല, അപ്ലൈ ചെയ്യണതും നമുക്ക് കേൾക്കാൻ നമ്മള് ജോണർ ഒന്നും സ്പെസിഫിക് ആയിട്ട് മാത്രം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഒരുപാട് എല്ലാ ജോണറും നമ്മൾ കേൾക്കണം. അറ്റ്ലീസ്റ്റ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലവും സ്പേസോ കിട്ടിയില്ലെങ്കിൽ പോലും മ്യൂസിക്കലി എത്രമാത്രം ഇന്നോവേഷൻസും അപ്ഡേഷൻസും നടന്നുകൊണ്ടേയിരിക്കുന്നു. സൗണ്ടിങ് വൈസ് അത്രയും പോകുന്നു. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വളരെ മല്ലു കൾച്ചറുള്ള ഒരു സോങ്, വെരി മച്ച് മല്ലു ആയിട്ടുള്ള ഒരു സോങ്ങിലായിരിക്കും അതിന്റെ സൗണ്ട് കൾച്ചറിൽ എന്തോ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഫാക്ടർ അപ്ലൈ വരാം. അല്ലെങ്കിൽ നമുക്ക് തോന്നുക അവിടെ അത് തോന്നണമെങ്കിൽ വി ഹാവ് ടു ലിസൺ ഓൾ ദോസ് തിങ്സ്. എല്ലാ സ്റ്റെപ്സും കേട്ടുകൊണ്ടേയിരിക്കണം. ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല. അതാ പറഞ്ഞു, ഈ ക്ലാസിക്സ് കേൾക്കുന്ന ഒരു സ്പേസ് ഞാൻ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ വേറെ എല്ലാ ജോണറും കേൾക്കാൻ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും, ഡ്രൈവ് ചെയ്യുമ്പോഴും, ജിമ്മിൽ പോകുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, ഉറങ്ങുമ്പോഴും, അങ്ങനെ എല്ലാ സമയവും ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ലിസ്ണിംഗ് എന്ന് പറഞ്ഞ സംഭവം
അത് തന്നെയാണ് ചിലപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ മ്യൂസിക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ആർട്ടിസ്റ്റോ? ലോഡ് ഓഫ് ഡെഫിനറ്റ്ലി മൈക്കിൾ ജാക്സനെ സ്നേഹിക്കാത്ത ആരും. ഈ പറഞ്ഞ പോലെ ഏത് സ്ഥലത്താണെങ്കിലും ക്ലാസിക്സിലേക്ക് ഞാൻ പോകുന്ന ഒരു അസുഖം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഗുസ്താവോ സാന്റോസ്. പുള്ളി ചെയ്ത പടങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 21 ഗ്രാംസ്, ബാബേൽ പോലത്തെ പടങ്ങൾ, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ, ആമറോസ് പെറോസ് ഉണ്ട്, അതുപോലെയുള്ള പടങ്ങളെല്ലാം. ഈ പടങ്ങളൊക്കെ എനിക്ക് തോന്നാറുണ്ട് അതിന്റെ മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ആ പടത്തിനെ, അല്ലെങ്കിൽ ആ സംവിധായകൻ ചിന്തിച്ച അതേപോലെ തന്നെ സംഗീത സംവിധായകൻ ചിന്തിച്ചുകൊണ്ടാണ് അതിനൊരു കംപ്ലീഷൻ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നത്. ചേട്ടൻ നേരത്തെ പറഞ്ഞ കണക്ഷൻ വരുന്നോട് അത് ആക്ച്വലി നമ്മൾ RR ഒക്കെ ചെയ്യുമ്പോൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പരിപാടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഗുസ്താവോ എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒതുങ്ങി ആണ്, അദ്ദേഹത്തിൻ്റെതായ ക്ലോസ്ഡ് സർക്കിൾ ഓഫ് ഫാൻസ് ആണ് അദ്ദേഹത്തിനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ടൂ മച്ച് ഭയങ്കര ഒരു പോപ്പ് കൾച്ചറിലേക്കാണ് ഡിഫറെന്റ് ആണ്. അതെ, പുള്ളി എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരുപാട് എമി വൈൻഹൗസ് മരിച്ചുപോയി. എമി വൈൻഹൗസ് കോൾ പ്ലേ കേൾക്കാറുണ്ട് ഡെഫിനറ്റ് ആയിട്ടും. ചെയിൻ സ്മോക്കേഴ്സ് പോലെ എനിക്ക് ആ സമയത്ത് മൂഡ് എന്താണോ, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സോഫ്റ്റ് മൂഡാണെങ്കിൽ ഈ ഗുസ്താവോ പോലത്തെ പരിപാടികളായിരിക്കും കേൾക്കുന്നത്. കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ട്രാക്സോ അല്ലെങ്കിൽ സൗണ്ട് വൈസ് ഇപ്പൊ എങ്ങനെ പോകുന്നു എന്നൊക്കെ അറിയാനായിട്ട് ബാക്കി കഴിഞ്ഞു. രാവിലെ എണീക്കുമ്പോ തൊട്ട് രാത്രി ഉറങ്ങുമ്പോ വരെ മ്യൂസിക് എപ്പോഴും മൈൻഡിലുണ്ടാവും. ഒന്നും ആയിരിക്കില്ല കേട്ടോ. ആക്ച്വലി ഇതൊക്കെ ഓരോ ഇഞ്ചസും എല്ലാ സമയവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അപ്പൊ എനിക്കൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന കാര്യം എനിക്ക് കേൾക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള കാര്യം. നമ്മൾ സിനിമകൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പുതിയത് ക്രിയേറ്റ് കേൾക്കാനുള്ള സമയം നമുക്ക് പലപ്പോഴും മിസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷ് നാരായണൻ എന്റെ ഒരു ഫേവറേറ്റ് ആർട്ടിസ്റ്റാണ്. മിക്ക സോങ്സും എന്റെ ഫേവറേറ്റ്സ് ആണ്. ഇപ്പോൾ സന്തോഷ് നാരായണന്റെ പാട്ടുകൾ പാടിയിട്ടുള്ള പ്രദീപ് കുമാറിന്റെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടം. പ്രദീപിന്റെ 2 പാട്ടുകൾ പാടി. പേസ് മഴയെ പാടിയത് പ്രദീപാണ്. യുഗിയിലെ കടാവറിലെ പാട്ട് പാടിയത് പ്രദീപാണ്. എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് എടുക്കണം തോന്നാറുണ്ട്? ആയിരുന്നു ഞാനിപ്പോ കഴിഞ്ഞൊരു 3 മാസം. പക്ഷെ കഴിഞ്ഞൊരു തെലുഗു ചെയ്തിരുന്നു ഞാൻ. അല്ലു അരവിന്ദ് സാറാ, അല്ലു അർജുന്റെ അച്ഛൻ അല്ലു അരവിന്ദ് സാറാ പ്രൊഡ്യൂസ് ചെയ്തത് ഗീത ആർട്സിന്റെ പടം, നമ്മുടെ മലയാളം നായാടിന്റെ റീമേക്ക്. അത് ഞാനാണ് ചെയ്തത്. കോട്ട ബൊമ്മളി PS എന്നാണ് പടത്തിന്റെ പേര്. അത് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു ആ പടം. അതായത് കുറച്ച് ടൈം കൺസ്യൂം ചെയ്ത് ചെയ്യേണ്ടി വന്നു. 3 months ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. പക്ഷെ 3 months സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഈ 3 months ഫുൾ ടൈം വർക്ക് ആയിരുന്നു എന്നുള്ളതാണ്. പടം ഇറങ്ങുന്ന 2 ദിവസം മുന്നേ വരെയും വർക്കായിരുന്നു. പക്ഷെ എനിക്ക് നല്ലൊരു കോൺടാക്ട്, പലരും സാറൊക്കെ ഭയങ്കര അഭിപ്രായം പറഞ്ഞു പടത്തിന്റെ RRനെ പറ്റിയിട്ടും പാട്ടിനെ പറ്റിയിട്ടും ഒക്കെ. പടം നല്ല സക്സസ് ആയി. അപ്പോ ആ സമയം കഴിഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചു ഇനി ഒരു ബ്രേക്ക് എടുത്തില്ലെങ്കിൽ പ്രശ്നമാവുന്നു. നവംബർ 24 പടം റിലീസായിരുന്നു. ഞാൻ ഡിസംബർ തൊട്ട് ഒരു ഫെബ്രുവരി എൻഡ് വരെയൊക്കെ ലേസി ആയിട്ട് വർക്ക് ചെയ്തു. ഫുൾ ബ്രേക്ക് എന്തായാലും പറ്റില്ല, പടം നടക്കുന്നതുകൊണ്ട് എന്തായാലും. അപ്പോ ലേസി ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ വന്നപ്പോ കുറച്ച് ആക്റ്റീവായി. അപ്പൊ കുറച്ചുകൂടെ ഒരു ക്രിയേറ്റീവ് ബ്രെയിൻ നല്ല മാറ്റമുണ്ട്. ചെറിയ മാറ്റമൊന്നുമല്ല, വലിപ്പം നല്ല മാറ്റം. നല്ലൊരു ഫ്രഷ് താട്ട് പോലെ തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മ്യൂസിക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു എൻറ്റയർ പ്രോസസ്സിൽ സ്ക്രിപ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിലേ നിങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്. ഇപ്പൊ ഈ അഭിലാഷ് ചേട്ടന്റെ കാര്യം പറയുമ്പോൾ അത് ഇവിടുന്ന് ബഡ് ചെയ്യുമ്പോഴേ ചേട്ടൻ അതിൽ ഇൻവോൾവ് ആണ്. അത് നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല കറക്റ്റ് മ്യൂസിക്? അറിയാൻ പറ്റുമോ മൊത്തത്തിൽ ഉള്ള മൂവിയുടെ ഒരു ഡൈനാമിക്സ്, സ്പീഡ്, ഇതൊക്കെ പലപ്പോഴും പറയാതെ തന്നെ സിനിമ വരുന്ന മുന്നേ തന്നെ എന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സോങ്സ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നൈറ്റ് ഡ്രൈവിലെ പാതി പാതി പോലത്തെ പാട്ടുണ്ടാവുന്നു. അറ്റ് ദ സെയിം ടൈം 10ാം വളവിലെ ഏലമലക്കാടിനുള്ളിൽ പോലത്തെ പാട്ടുണ്ടാവുന്നു. അപ്പോ അറ്റ് ദ സെയിം ടൈം മാളികപ്പുറത്തിലെ അങ്ങേല് പോവേ ഉണ്ടാവുന്നു, ഗണപതി തുണയരുളുക ഉണ്ടാകുന്നു, 1ാം പടി മേലെ ഉണ്ടാവുന്നു. അങ്ങനെ അപ്പോ സിനിമയുടെ ഇതെല്ലാം വേറെ വേറെ താളത്തിലുള്ള വേറെ വേറെ സ്പീഡിലുള്ള പരിപാടികളാണ്. അപ്പോ ആ സിനിമയുടെ ഡൈനാമിക്സ് അവൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ട്രാവൽ ചെയ്ത കൊണ്ടാണ് അവൻ പറയാതെ തന്നെ അതെനിക്കുണ്ടാവും. അവനൊരു വിശ്വാസമാണ്. അവരെന്നെ കൊണ്ട് ഇതുപോലത്തെ പാട്ട്, ഇങ്ങനത്തെ പാട്ട്, അങ്ങനത്തെ പാട്ട് എന്ന് പറഞ്ഞ എന്നെ വട്ടാക്കാറില്ല. ഞാൻ കൊടുക്കുമ്പോ അവനറിയാം എന്തുകൊണ്ടായിരിക്കും ഇത് ഞാൻ തോന്നുന്നില്ല. എനിക്കിതുവരെ അഭിലാഷിന്റെ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പല സംവിധായകർക്കും അധികം കറക്ഷൻസ് അവർ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു ഞാൻ ഭയങ്കര അഭിമാനത്തോടെ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ കൊണ്ട് പറയും മാറ്റി വെച്ച ട്യൂണുണ്ടോ,
കൊടുക്കാത്ത ട്യൂൺ ഉണ്ടെന്ന് വെച്ചാൽ പല സിനിമകളിലും എന്റെ അടുത്ത് അങ്ങനത്തെ ട്യൂൺസ് ഉണ്ടാവാറില്ല. എന്റെ എല്ലാം വിറ്റ് പോയിട്ടുണ്ട്. ഞാൻ ചെയ്ത പാട്ടിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്നും എന്റെ അടുത്ത് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടി വന്നിട്ടില്ല. 1-2 ഓപ്ഷൻസ് ഒക്കെ മാക്സിമം ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. പക്ഷെ മോസ്റ്റ്ലി എന്റെ കൂടെ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ഒരു റാപ്പ് കൊണ്ടായിരിക്കാം എനിക്ക് അധികം പാട്ടുകൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഫസ്റ്റ് സോങ് തന്നെ പലപ്പോഴും ഈവൻ ജോയിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴും പപ്പേട്ടിന്റെ കൂടെ ജോസഫ് വർക്ക് ചെയ്തപ്പോൾ ജോയിച്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് പാട്ടിന് വേണ്ടി കൂടെ ഇരിക്കുന്നത്. പപ്പേട്ടൻ ഞങ്ങളെ ഏൽപ്പിച്ച് പപ്പേട്ടൻ അതിന്റെ കാര്യങ്ങൾ ആ സിനിമയുടെ വേറെ കാര്യങ്ങളിലാണ് പപ്പേട്ടൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പാട്ടുകൾ പപ്പേട്ടൻ വന്ന് കേൾക്കും. പക്ഷെ അതുവരെയുള്ള ഡിസ്കഷൻസ് ജോയിച്ചേട്ടനെ എന്നെ പലപ്പോഴും ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോ ആ സമയത്താണെങ്കിലും ഒക്കെ അത് തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് പൂമിത്തോള് ഒരു ട്യൂൺ പോലും സെക്കൻഡ് ട്യൂണിലേക്ക് ജോസഫ് പോയിട്ടില്ല. ഫസ്റ്റ് ട്യൂൺ പൊളി പൊളി എന്ന് പറഞ്ഞ ജോയിച്ചേട്ടൻ വിളിക്കും. പൂമിത്തോളൊക്കെ നിങ്ങള് ലാസ്റ്റ് മിനിറ്റില് 20 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടുള്ള പാട്ട്. അതെ, അതും ലാസ്റ്റിലേക്ക് വെച്ചൊരു ട്യൂൺ പോലെ. അതെ, പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്ന ഓൾറെഡി ഷൂട്ട് ചെയ്ത വിഷ്വലിനെ ചെയ്ത ഒരു ട്യൂണാണ്. അതെ അതെ. പക്ഷെ ഇതുപോലത്തെ പാട്ട് എന്ന് പറയാൻ ഒരാളുണ്ടാവണം. ഇതുപോലത്തെ പാട്ടാണ് വേണ്ടത്, അത് കൊടുക്കുമ്പോ ഇത് മതി എന്ന് പറയാൻ അപ്പുറത്ത് ഡയറക്ടർ ഡെഫിനറ്റ് ആയിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ അപ്പുറത്ത് കൺഫ്യൂഷൻ വരുമ്പോ നമ്മളും കുറച്ച് ലോസ്റ്റ് ആവും. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ, നമ്മളതിനേക്കാളും കൺഫ്യൂഷൻ. ആ കണക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ഏത് സെൻസിൽ ചെയ്തു. നമ്മളിപ്പോ ചിലപ്പോ ഭീഷ്മ പോലത്തെ സിനിമയിൽ പൂമത്തോളെ പോലത്തെ പാട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല ഇല്ല. അല്ലെങ്കിൽ ഏലം മലക്കാട് ആ ആപ്ലിക്കേഷൻ എന്തുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് അപ്പുറത്ത് അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രോജക്ട് സെലക്ഷനിൽ സ്ക്രിപ്റ്റ് അതിൻ്റെ ഒപ്പം ഡയറക്ടർ ഈ ഫുൾ ടീം നോക്കിയിട്ട് അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ സാർ ഇതിനു മുമ്പ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അഡ്വർടൈസ്മെന്റ്സും ജിംഗിൾസും ചെയ്തപ്പോൾ സാർ തന്നെ പറഞ്ഞു കേട്ടു. അതെ, ഞാനത് സിങ്കായി വരുന്നേ. അതെ, ചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന കാര്യമായിരുന്നു അഡ്വർടൈസ്മെന്റും ജിംഗിൾസും. ഇപ്പൊ അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സമയമുണ്ടോ? കാരണം എനിക്ക് കുറച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുന്നേ വരെ, കോവിഡ് ടൈം വരെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ജിംഗിൾസ് ചെയ്യുന്നതും ചാനലുകളുടെ പ്രൊമോ സോങ്സും പ്രൊമോ മ്യൂസിക് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന പല മേജർ ചാനൽസിന്റെയും ടൈറ്റിൽ, അവരുടെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴൊക്കെ എന്റെ മ്യൂസിക് ആണ്. ഉപ്പും മുളകും ഒക്കെ, കോമഡി ഉത്സവം, അങ്ങനെ കുറെ ഉണ്ട്. അപ്പോ അത് ഫ്ലവേഴ്സ് ആണ് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഓഫർ തരുന്നത്. 2016 ഫ്ലവേഴ്സിന്റെ ലോഞ്ച്, 2015. അപ്പൊ ആ സമയത്താണ് ഞാൻ അത്തരം വർക്കുകൾ ചെയ്തു തുടങ്ങിയത്. പിന്നെ എനിക്ക് ഒരുപാട് ചാനലുകളുടെ പ്രൊമോസും പിന്നെ ജിംഗിൾസും ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട്. ഒരു കോവിഡ് ടൈമിന് ശേഷം കൂടുതൽ ഈ പറഞ്ഞ സിനിമകളിൽ തിരക്കായപ്പോ എനിക്ക് പലപ്പോഴും അവര് ഉദ്ദേശിക്കുന്ന സമയത്തും കാര്യങ്ങളും കൊടുക്കാൻ പറ്റാതെ, അപ്പൊ പിന്നെ അവരെന്നെ വിളിക്കാതെ. അപ്പൊ ഞാൻ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ എനിക്ക് അധികം ജിംഗിൾസും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. ഓരോ സിനിമയുടെ തിരക്കുകളുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം എനിക്കും. ഏതാണ് കൂടുതൽ എൻജോയ് ചെയ്തത്, സിനിമയാണോ അതോ ജിംഗിൾസ്? സിനിമയിൽ എത്താൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണല്ലോ ജിംഗിൾസ് ചെയ്തത്. അതെ, അപ്പൊ ആഗ്രഹിച്ചതിലെത്തിയതിന് സന്തോഷം ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനി ഈ വരുന്ന മൂവീസില് സാറിന്റെ അല്ലാതെ ഇപ്പൊ നമുക്ക് 2024 ഒത്തിരി നല്ല മലയാളം പ്രോജക്ട്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതില് ചേട്ടൻ ഇൻവോൾവ് അല്ലാത്ത ഏതെങ്കിലും പ്രോജക്റ്റില് വലിയൊരു ഹോപ്പ് അല്ലെങ്കിൽ എക്സ്പെക്ട്, നിങ്ങൾ ഇൻഡസ്ട്രിക്ക് അകത്തുള്ളവരല്ലേ, കുറച്ച് ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ. ആവേശം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെരി സൂൺ അല്ല വരാൻ പോകുന്നത് മന്ത്. അപ്പോ അതുപോലെ ടർബോനെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം വൈശാഖയുടെ കൂടെ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ. കിടിലമാണ്. കാരണം വൈശാഖേട്ടന് അറിയാം പൾസ്, ലേമാന്റെ പൾസ് അറിയാം, സാധാരണക്കാരുടെ പൾസ് അറിയാം. അപ്പൊ അതില് വൈശാഖിന് എന്ത് മാജിക് ആയിരിക്കും അവരെ ത്രസിപ്പിക്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവാന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക്. കാരണം നൈറ്റ് ഡ്രൈവ് പോലത്തെ ഒരു കുഞ്ഞു പടമാണ് നൈറ്റ് ഡ്രൈവ്. വളരെ ചെറിയൊരു പടമാണ്, ചെറിയ പടമാണ്. അല്ല, അത് ആക്ച്വലി സ്പീക്കിംഗ് അതൊരു ഒരുപാട് കാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഗ് സ്പെക്ട്രത്തിലുള്ള പടമല്ല. ഒരു ചെറിയ പടം. ആ ചെറിയ പടത്തിന് പബ്ലിഷ് സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും അതിലൊരു ബ്രില്യൻസ് ഉണ്ട്. അതിന്റെ റൂട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞ ടർബോ പോലത്തെ ഒരു പടമല്ലല്ലോ, ഡെഫിനറ്റ്ലി ഒരു ചെറിയ പടമാണ്. അപ്പോ അതിൽ കൂടെ നമുക്ക് പാതി പോലെ ഒരു പാട്ട് ഉണ്ടാക്കാനുള്ള സ്പേസ് വൈശാഖേട്ടൻ തന്നു. പിന്നെ അത് കൂടാതെ ഒരു കിടിലം ആക്ഷൻ സീക്വൻസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ആക്ഷൻ സീക്വൻസ് വൈശാഖേട്ടനായതുകൊണ്ട് മാത്രം അവിടെ പ്ലേസ് ചെയ്യപ്പെട്ടതാണ്. പിന്നെ വൈശാഖേട്ടൻ തന്നൊരു കംഫർട്ട്. വൈശാഖേട്ടൻ വേറെ മമ്മൂക്കടേന്റെ വേറൊരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് വൈശാഖേട്ടൻ എന്നോട് എല്ലാം സംസാരിച്ച് വൈശാഖേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന രീതി, അതിന്റെ ഡിഫറൻസ്. RRല് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്തോ ഒരു യുണീക് പോയിന്റ് എന്താന്നുള്ള കാര്യമൊക്കെ വൈശാഖേട്ടൻ ആക്സസ് ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പൊ പാതി ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വൈശാഖ് എന്നോട് ആദ്യം വന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ആ പാട്ട് കിടിലം പാട്ടാണ്, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു സമയം ഷൂട്ടിന്റെ ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തൃപ്തനല്ല ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇതിന് പകരമായിട്ട് നിനക്കൊരു കിടിലം പാട്ട്, എന്റെ പാട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ആ ഒരു ജെന്യൂനിറ്റി ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും നന്നായിട്ട് വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കി കാണാം. ഇനി നമുക്ക് പേഴ്സണൽ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ ശില്പ ചേച്ചി എന്ത് പറയണു? നന്നായിട്ട് സുഖമായി പോണു. ഞങ്ങള് ഒത്തിരി കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ലവ് സ്റ്റോറി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും സുഖമായി പോകുന്നു. നിങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറി, മേള തന്നെയാണ്. ഓക്കെ, ഇപ്പൊ സ്റ്റുഡിയോയും ഇപ്പൊ പുതിയതായിട്ട് റീഫർബിഷ് ചെയ്തു. പണ്ടോട്ടുണ്ട്, ഇവിടെ ഞങ്ങൾ പണ്ട് വാടകയ്ക്ക് താമസിച്ച സ്പേസ്, പിന്നെ അതിനെ സ്റ്റുഡിയോ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ വേറൊരു ഫ്ലാറ്റ് വാടകയ്ക്ക് വാങ്ങിച്ചു. അപ്പൊ ഫുൾ സെറ്റിലായി ഇവിടെ തന്നെ, ഇവിടെ ഹാപ്പിയായി. ഓക്കെ, അങ്ങനെ പോകുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ? മോനെ പാട്ട് പഠിപ്പിക്കാൻ പ്ലാൻ ഉണ്ടോ? പഠിപ്പിക്കണം. അതെ അല്ലേ? പാട്ട് പഠിപ്പിക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുവോ അതോ പുറത്തുനിന്ന്? അയ്യോ, നല്ല മാഷുമാരെന്നൊക്കെ അത് കോമഡി. പക്ഷെ അറിയുന്ന കാര്യങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഞാൻ കർണാടക പഠിച്ചു, അടുത്ത കാലത്ത് വരെ ഞാൻ പഠിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഭയങ്കര ഇരുത്തം വന്ന ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ അല്ല. ഞാൻ കർണാട്ടിക് സംഗീതീസ് അടക്കം വളരെ ലൈറ്റ് ആയിട്ട് പാടുന്ന ഒരാളാണ്. എന്റെ സ്റ്റൈല്, എന്റെ തന്നെ ഒരു വേ ഓഫ് ഇതിലാണ് ഞാൻ പാടുന്നത്. ഭയങ്കര രാഗവിസ്താരവും കാര്യങ്ങളും അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ കർണാട്ടിക് പഠിക്കുമ്പോൾ അതിന്റേതായ എല്ലാ അച്ചടക്കത്തോടെയും കൂടെ പഠിക്കണം. അപ്പൊ ആ ഡിസിപ്ലിൻ എനിക്ക് ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അവൻ അത് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ പോലെ നല്ല കർണാട്ടിക് മ്യൂസിക് എന്തായാലും പഠിപ്പിക്കും ഞാൻ. ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ റൂട്ട് അറിയണം. കാരണം ഞാനും പഠിച്ചത് അതായത് കൊണ്ട് അവൻ അത് പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സും എങ്ങനെയാണ് ഞാൻ കൊണ്ട് പോകുന്ന അനുസരിച്ച് ആൾക്ക് ഇപ്പോഴും മ്യൂസിക്കിനോട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഭയങ്കരമായിട്ടുണ്ട്. ഞെട്ടിപ്പോവും, താളം കാര്യങ്ങളുടെ ഞെട്ടിപ്പോവും. പിന്നെ പുലിയുടെ അടുത്തല്ലേ അത്, അടുത്തായി ഉണ്ടെന്നല്ല, അത് തനിയെ അതാണ് നമ്മൾ ഞെട്ടുന്ന കാര്യം. എക്സൈറ്റഡ് ആയി പോകും. അതായത് ഇത്രയും താളബോധമൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് തോന്നിപ്പോ ചെറിയ കുഞ്ഞിന്. ഡെഫിനറ്റ് ആയിട്ടും അതൊരു വളരെയധികം അതിശയിപ്പിച്ച ഒരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ എനിക്കൊരു മ്യൂസിക് എന്റെ ഉള്ളിൽ ഉള്ള കൊണ്ട്, എന്റെ കുഞ്ഞായത് കൊണ്ടും ഓട്ടോമാറ്റിക്കലി അവിടെ കണക്ട് ആയി. അതൊരു ഭാഗ്യമാണ്. പിന്നെ ശില്പ ചേച്ചി മ്യൂസിക് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളല്ലേ, അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസും കൂടി ഉണ്ടാവും. കുട്ടി എന്തായാലും റെഡിയാവും എന്നുള്ളതിൽ യാതൊരു സംശയം നമുക്ക് ആ കാര്യത്തിലില്ല. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ചേട്ടനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടതാണ്, ചേട്ടൻ പൊതുവെ തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിച്ച് അതിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ചേട്ടനിലേക്ക്, പക്ഷെ ചേട്ടന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ നന്നായി വർക്ക്ഔട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു സിംഗറായിട്ട് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അന്നേ മ്യൂസിക് ഡയറക്ടർ ആവണം എന്നായിരുന്നുകയും അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അതുപോലെ തന്നെ പാർട്ട്ണറുടെ കാര്യത്തിലും ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആൾ ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു നമ്മൾ അത്രയധികം തീവ്രമായി ആഗ്രഹിച്ച് അത് എത്തിച്ചേരുമായിരുന്നു. അതുപോലെ ഇനി അതുപോലെ തീവ്രമായി ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുണ്ടോ? എത്താറാവുന്നേ ഉള്ളൂ. അപ്പൊ ഇനിയും കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോ മാനിഫെസ്റ്റ് ചെയ്ത വർക്ക് ചെയ്താലോ എത്തിച്ചേരട്ടെ എന്നല്ലേ. അതെ, അപ്പൊ ഓക്കെ. അപ്പൊ എത്താനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കാം. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അപ്പൊ ലോഡിങ് ഉണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ കാണാനില്ലേ. ഓക്കെ, അപ്പൊ ശരി. ഇനി കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കുഞ്ഞാഗ്രഹം കൂടി ഉണ്ട്. പൂമുത്തോളെ ഒന്ന് പാടും. പൂമുത്തോളെ നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാനത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരേണം ആഴിത്തീരമാല പോലെ കാത്തു നിന്നേൽക്കാൻ, പീലിച്ചേറുത്തൂവൽ വീശിക്കാറ്റിലാടി നീങ്ങാൻ കനിയേനിയൻ കനവിതളാ നീവാ, നീ
പുതുമലരായി വാ വാ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഞാൻ പറഞ്ഞ പോലെ എന്റെ സെക്കൻഡ് ഇന്റർവ്യൂ ആയിരുന്നു, എന്നെ വളരെ കംഫർട്ടബിൾ ആക്കി. താങ്ക് യു. അതെ, ഇനിയും നമ്മൾ കാണും. ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ തീവ്രമായി ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ ഇനിയും പെൻഡിങ് ഉണ്ടല്ലോ, അത് എത്തുമ്പോൾ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വരും. ഇല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കും. അതെ, ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓക്കെ.